ഹായ്! ഇന്ന് പുതിയൊരു വെറൈറ്റി വീഡിയോ കേട്ടോ. എല്ലാവരും കണ്ടില്ലേ? സാധനം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും കണ്ടില്ലേ? സാധനം ചക്കയാണ്. നല്ല ടാസ്ക് പരിപാടിയാട്ടോ. ഇന്ന് ലീവൊക്കെ ആയതുകൊണ്ടേ നമ്മളെ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അവനോട് വിളിച്ച് പറഞ്ഞു ചക്കയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ സുഹൃത്ത് കൊണ്ടു തന്ന ചക്ക. ചെറിയൊരു കഷ്ണം അവൻ എടുത്തിന്, ബാക്കി എനിക്ക് കൊണ്ടു തന്ന്. നല്ല അടിപൊളി ചക്കയാണ് കണ്ടിട്ട്. ഇനി മുറിച്ച് നോക്കട്ടെ. നല്ല മൂത്തിട്ടുണ്ട് ചക്ക. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. നല്ല മൂത്തുണ്ട് കേട്ടോ. നല്ലൊരു കുറഞ്ഞൊരു മധുരം പോലെ. സംഗതി നല്ല മൂപ്പൊക്കെ ആയിട്ട് നല്ല കുരുവൊക്കെ നല്ല നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ചക്ക കണ്ടാൽ തന്നെ അറിയാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ വിളഞ്ഞാവും. അപ്പം ഞാൻ വേഗം പോയി കുറച്ച് വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി. അതേ മറന്നതാ കൊണ്ടുവരാന്. അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാലോ, അത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുണ്ടൊക്കെ പിടിക്കും, പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഒട്ടിക്കൊണ്ട് നിൽക്കും. പിന്നെ ഞാനേ ഇതിന് ഞങ്ങൾ അകത്ത് വെച്ച് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞാവ വന്ന് വാരിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് ഞങ്ങളെ മുറ്റം ഉമ്മറ ഭാഗമാണ്. ഈ മതിൽ കാണുന്നത് അപ്പുറത്തെ വീട്ടിലെ ഓരോ മതിലാണ് അല്ലേ. ഞാനെന്താ പറയുക, ഞാൻ പുറത്തേക്ക് പോകാൻ തന്നെ വേറെയും കാര്യമുണ്ട്. ഉള്ളിൽ ഒരിക്കലും ഇരിക്കില്ല, അമ്മാതിരി ചൂടാണ്. അപ്പോൾ പിന്നെ മുറ്റത്തൊരു മാവുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ആകുമ്പോൾ ചെറിയ കാറ്റും കിട്ടും. അങ്ങനെ അതുകൊണ്ട് നല്ല സുഖമുണ്ട്. പിന്നെ ചക്ക വെട്ടുന്നൊന്നും ആരും നോക്കണ്ട കേട്ടോ. ഞാൻ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ല ചക്ക വെട്ടുന്നതിൽ. ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യാം. പഠിക്കലേ. ആദ്യമായിട്ട് ചെയ്യട്ടോ. ഞാൻ ചക്കയെന്ന് നമ്മൾ പ്ലേറ്റ് വന്നിട്ട് കഴിച്ചില്ല പരിചയമുള്ളൂ. ഞാനതാണ് എനിക്കറിയും പോലെയൊക്കെ ഞാൻ വട്ടത്തിലും നീളത്തിലൊക്കെ ആയിട്ട് ഒരു വിധം ഞാൻ മുറിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ഓള് പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പം തന്നെ വീണ്ടും പണി വന്നു എനിക്ക്. എന്നോട് പറഞ്ഞത് ഇനി തിരിച്ച് മുറിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പച്ച ഇതൊക്കെ കളയണം, അപ്പോഴല്ലേ നമുക്ക് അരിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ മടലൊക്കെ എടുക്കും, ചക്കേൻ്റെ മടലൊക്കെ എടുക്കും ഞങ്ങൾ. മടൽ പറഞ്ഞാൽ ഈ പച്ച സാധനം കളഞ്ഞിട്ട് ആ വെള്ളം വരുന്നില്ലേ, അത് കൂട്ടിയിട്ട് ഞങ്ങൾ അരിയുക. ഞങ്ങൾ അവിടെ നിന്ന് എടുക്കലൂട്ടോ. അങ്ങനെ എടുക്കലില്ല. കാരണം എന്താ വെച്ചാൽ ചുള എടുക്കും, കുരു എടുത്ത് ചിലപ്പോൾ ഇടുന്നുണ്ട് കുരുവൊക്കെ. പക്ഷെ ഞാൻ അതിലിടയ്ക്ക് നല്ല തിന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ അമ്മയൊക്കെ ചക്ക അരിയുമ്പോൾ ഞങ്ങളിങ്ങനെ പാത്രത്തിൻ്റെ അടുത്ത് ഇരിക്കും, അരിയണേന്ന് ഇങ്ങനെ എടുത്ത് തിന്നുക ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യത്തൊക്കെ നല്ലോണം കിട്ടും. എന്നാലും ഞങ്ങൾ വാരി ഓടും അവിടുന്ന്, പിന്നെയും വന്നിരിക്കും. അങ്ങനെയൊക്കെയാണ്. കുട്ടിക്കാലത്തൊക്കെ നല്ല രസമാണല്ലോ ഓർക്കാൻ. ഏതായാലും നല്ല പണിയായി പോയി എനിക്ക്. കാരണം കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ നിങ്ങൾ കാണുമ്പോൾ, പക്ഷെ പണി നല്ല കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. കാരണം വീഡിയോയിൽ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ്. നിങ്ങൾക്കറിയാലോ, ഒരുപാട് ഇങ്ങനെ ശല്യം ചെയ്യാൻ വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടേ പുള്ളിക്കാരനെയും കൂട്ടിയതാണ്. ഞാൻ നല്ല പണി തന്നെയാണ് ഏതായാലും. ഇരുന്ന് ഞാൻ കുറച്ചു നേരം പണി എടുത്തിന്. കാരണം നിങ്ങൾക്കറിയാലോ, ചക്ക തൊട്ട് കഴിഞ്ഞാൽ സമയം പോകണ അറിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ് എന്തൊക്കെയോ കാട്ടി സെറ്റാക്കി ഞങ്ങൾ. പിന്നെ വിശപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ അരിഞ്ഞ് ഞാനും കൊടുത്തു കുറച്ചൊക്കെ. ചക്കയൊക്കെ കുറവാണ്, സംഗതിയൊക്കെ ഉഷാറായിന്. ചെത്തിയിട്ട് അതിൽ പച്ചക്ക അത് കുറച്ച് കാണണൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പിന്നെയും റെഡിയാക്കി അരിഞ്ഞതാണ്. നമ്മളിത് ആദ്യമായിട്ട് ചെയ്യണ്ടേ, അപ്പോൾ പിന്നെ നമുക്ക് അറിയില്ല ഒന്നാമത്തെ പ്രശ്നം. ഇനി അടുത്തേല് നമുക്ക് നല്ല റെഡിയാക്കാം. അടുത്തേന് ഞാനില്ല, അടുത്തേന് ഞാൻ പണിക്ക് പോവുകയാണ്. അപ്പം ഞങ്ങളെ ചക്കയൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞു. ഞങ്ങൾ സംഗതി ഉഷാറായി കേട്ടോ. പാർട്സാണ് ഞങ്ങൾ ഇതിലേക്ക് ഉണ്ടാക്കിയത്. പാർട്സും കൂട്ടി സംഗതി അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല കേട്ടോ. അതെ, ഞാൻ ചിക്കൻ വാങ്ങണം എന്നാണ് വിചാരിച്ചത്. അപ്പം ഞങ്ങളൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് പാർട്സ് ആക്കി. എങ്ങനെയുണ്ട് നോക്കാലോ. സംഗതി ടോപ്പാട്ടോ, ഒന്നും പറയാനില്ല. പുള്ളി നല്ല തട്ടിട്ടുണ്ട്, എന്നെ കാത്തിക്കണമൊന്നുമില്ല. ഞാൻ വിശപ്പ് നല്ലോണ്ട് എനിക്ക്. രാവിലത്തെ ഫുഡ് ശരിയായിട്ടില്ല, അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ട് എനിക്ക്. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, ഞാൻ ആരെയും നോക്കിയില്ല. മോള് ആദ്യം തന്നെ തിന്നു. വീഡിയോയ്ക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തിന്നു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ കുഞ്ഞാവേനെ നോക്കാൻ ആളായിട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും, ഞാൻ പക്ഷേ ചോറാട്ടെടുത്തത്. ഞാൻ ചോറ് വേണ്ട പറഞ്ഞു. കാരണം രാവിലെ തന്നെ ചോറ് എനിക്ക് അത്ര വലിയ ഉഷാറില്ല. പക്ഷെ ഞാൻ ചോറും കൂട്ടിയിട്ടാണ്. പാർട്സ് കൊടുത്തിട്ടുണ്ട്, എന്നാലും ചോറും കൂട്ടി ഞാൻ തിന്നുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് അല്ലേ. വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ചക്കയും ആ പാർട്സ് തന്നെ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ.
ഞാൻ പിന്നെ ഒന്നും നോക്കിയിട്ടുണ്ട്. ഞാൻ നല്ല വീശി. വിശപ്പിൻ്റെ ഊക്കിൽ ഞാൻ ഒന്നും നോക്കിയില്ല. അതെ അത്യാവശ്യം ചൂടുണ്ട്. ഞാൻ പിന്നെ മോശമാക്കിയില്ല. കഴിക്കണ കാര്യത്തിൽ ഞാൻ ബാക്കോട്ടൊന്നും തന്നെ നല്ലോണം കഴിക്കും. ഞാൻ വിചാരിച്ചതിനായിട്ട് ഉഷാറായിന് കേട്ടോ, പാർട്സും കൂട്ടി. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. തേങ്ങ അരച്ച് വെച്ചതാണ് ഞങ്ങൾ. നല്ല ജീരകമൊക്കെ ഇട്ട് അടിപൊളി. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ടെന്ന് അറിയാലോ, പാർട്സും ചക്കയും. അതെ ഇനി ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പാർട്സ് കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കി നോക്ക്, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഞാൻ പറയുന്നത് നുണയാണോ എന്ന് നിങ്ങൾക്ക് അറിയാലോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ വീണ്ടും ഉണ്ടാക്കി കഴിക്കാമല്ലോ. അതെ അതെ പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അതെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു അടുത്ത വീഡിയോയിൽ കാണാം.